എല്ലാ ദിവസവും എന്ന പോലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും നാം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒന്നായി ഇപ്പോൾ SIR മാറിയിരിക്കുകയാണ്. നമ്മുടെ ID വിവരങ്ങൾ ഒരു ഫോമിൽ പൂരിപ്പിച്ച് നൽകുന്നു എന്നതിനപ്പുറം SIRനെ കുറിച്ച് 90% ആളുകൾക്കും അറിയില്ല. നവംബർ 4-ന് ആരംഭിച്ച് പ്രക്രിയ ഡിസംബർ 4 കൊണ്ട് അവസാനിക്കണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. BLOമാർ എന്ന് പറയുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ എത്തുന്നു, എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇങ്ങനെ ഒരു ബൂത്തിൽ 1600ഓളം ആളുകളെ ഓരോ BLOമാരും സന്ദർശിക്കേണ്ടതായുണ്ട്. എന്നാൽ ശരിക്കും SIR എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് നിങ്ങളുടെ വോട്ടവകാശത്തെ ബാധിക്കുമോ? ഇത് നിങ്ങളുടെ പൗരത്വത്തെ ബാധിക്കുമോ? ഏതൊക്കെയാണ് SIRന്റെ വിവിധ ഘട്ടങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. SIRന്റെ പൂർണ്ണ രൂപം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ്. ഇലക്ട്രൽ റോൾ പുനർക്രമീകരിക്കുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണിത്. സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഇന്റൻസീവ് ആണ്. അതായത് ഓരോ വീടുകളും സന്ദർശിച്ച് പുതിയതായി ഒന്ന് തയ്യാറാക്കുകയാണ്. സാധാരണ വോട്ടർ ലിസ്റ്റുകളിൽ നിലവിലെ അംഗങ്ങൾക്ക് ഒപ്പം പുതിയ വോട്ടർമാരെ അപേക്ഷയ്ക്കനുസരിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മരിച്ചുപോയവരുടെയും വിദേശ പൗരത്വം സ്വീകരിച്ചവരുടെയും ഒക്കെ പേരുകൾ കാര്യമായി ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ പ്രത്യേക ഇന്റൻസീവ് പുനർക്രമീകരണത്തിലൂടെ ഓരോ ബൂത്തിലും സ്ഥിരതാമസം ഉള്ളവർക്കും മാത്രം BLOമാർ വഴി ലിസ്റ്റിലേക്ക് പേര് ചേർക്കുവാൻ കഴിയും. വീട് വിറ്റ ശേഷം സ്ഥലം മാറിപ്പോയവരും വീട് വിറ്റ ശേഷം വിദേശത്തേക്ക് പൂർണ്ണമായി താമസം മാറിയവരെയും സ്ഥലം മാറിയതായി BLO റിപ്പോർട്ട് നൽകും. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഈ SIR നടപടി പൂർത്തീകരിക്കുവാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നവംബർ 4-ന് SIR നടപടി ആരംഭിച്ച് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുവാൻ BLOമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആയതിനാൽ ഇതിനകം തന്നെ BLOമാർ വീടുകളിൽ കയറി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് തിരികെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ SIR നടത്തിപ്പിന് പിന്നിലെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന്, വോട്ടർ ലിസ്റ്റ് ഒന്ന് വൃത്തിയാക്കുക. ഇരട്ട വോട്ടർമാരെയും വിദേശത്ത് പൗരത്വം നേടിയ യോഗ്യതയില്ലാത്ത വോട്ടർമാരെയും മൺമറിഞ്ഞു പോയവരെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക. ഇലക്ഷൻ റോളിൽ യോഗ്യരായവർ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തേത്, പഴയ വോട്ടർ ലിസ്റ്റുമായി വേരിഫൈ ചെയ്യുക. 2002-ലെ അടിസ്ഥാന വോട്ടർ ലിസ്റ്റുമായി താരതമ്യം ചെയ്ത് അവരുടെ പിൻതലമുറയാണ് ഇപ്പോഴുള്ള ലിസ്റ്റിൽ ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്, വോട്ടർ ലിസ്റ്റിൽ യോഗ്യരായവരെ മാത്രം ഉൾപ്പെടുത്തുക. വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നാലാമത്തേത്, കൃത്യത വരുത്തണം. 2002-ലെ ബേസ് ലിസ്റ്റിൽ ഓരോ ഇലക്ഷനും മാറ്റങ്ങൾ വരുത്തി ഏച്ചുകെട്ടി പണിത കെട്ടിടം പോലെയാണ് ഇപ്പോൾ വോട്ടർ ലിസ്റ്റ്. എന്നാൽ ഒരു കൃത്യമായ രേഖ ആയി വോട്ടർ ലിസ്റ്റിനെ മാറ്റണമെങ്കിൽ എല്ലാ വീടുകളിൽ നിന്നും ഡാറ്റ ശേഖരിച്ച് പുതിയതായി ഒന്ന് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തേത്, വോട്ടർമാരുടെ മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത അവരുടെ മക്കളുടെയും വിവരങ്ങൾ അവർക്ക് പ്രായപൂർത്തിയാകുന്നത് എന്നാണെന്നും ഉള്ള വിവരം ശേഖരിക്കുക എന്നതും ഇതിന്റെ ഉദ്ദേശമാണ്. പല ആളുകളും രാഷ്ട്രീയ നേതാക്കളും SIRനെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്. ഇത് അവകാശങ്ങളെ ഹനിക്കുകയും ഈ പ്രക്രിയ തിടുക്കത്തിൽ ചെയ്യുന്നതാണ് എന്നുമുള്ള ഒരു റെസൊല്യൂഷൻ കേരള നിയമസഭാ സമ്മേളനം പാസാക്കിയിരുന്നു. SIR രാഷ്ട്രീയ പ്രേരിതമാണെന്നും പുനർക്രമീകരിക്കുന്ന വോട്ടർ ലിസ്റ്റ് വരുന്ന ഇലക്ഷനെ ബാധിക്കുമെന്നും വിമർശകർ പറയുന്നു. പക്ഷേ SIRന്റെ പ്രധാന ലക്ഷ്യം ക്ലീൻ ആയ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ വോട്ടവകാശത്തെ SIR ദോഷമായി ബാധിക്കുമോ എന്നത് ഉയരുന്ന സംശയമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ലിസ്റ്റിൽ നിന്ന് പേര് നീക്കപ്പെടാനുള്ള സാധ്യത. നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം ശരിയായ രീതിയിൽ പൂരിപ്പിച്ചില്ലെങ്കിലോ BLO വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ ഇല്ലെങ്കിലോ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നില്ലെന്നിരിക്കും. രണ്ട്, തിരിച്ചറിയൽ രേഖകൾ. യാതൊരു തിരിച്ചറിയൽ രേഖയുടെ കോപ്പിയും വാങ്ങുന്നില്ല. ഒപ്പം ID നമ്പർ പോലും വേണമെങ്കിൽ നൽകിയാൽ മതി എന്നാണ് പറയുന്നത്. ഒരു വ്യക്തമായ വോട്ടർ ലിസ്റ്റ് രൂപീകരിക്കുവാൻ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന ആശങ്കയുണ്ട്. മൂന്നാമത്, സമ്മർദ്ദം. BLOമാർക്ക് ഈ പ്രക്രിയ ചെയ്തു തീർക്കുവാൻ നൽകിയിരിക്കുന്നത് ഒരു ചുരുങ്ങിയ സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ശേഖരിക്കുന്ന ഫോമുകൾ കൃത്യമായി പൂരിപ്പിച്ച് എന്നോ ആരെയെങ്കിലും വിട്ടുപോയി എന്നോ നോക്കാനുള്ള സമയം ഇവർക്ക് ഇല്ല. അതുകൊണ്ട് നിരവധി തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തേത്, ഒബ്ജക്ഷൻ ഫേസ്. ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ ക്ലെയിമിനും ഒബ്ജക്ഷനും സമയപരിധിയാണ്. തെറ്റായി ആളുകളെ ഉൾപ്പെടുത്തിയെന്നും ഒഴിവാക്കണമെന്നും ഈ സമയത്ത് മറ്റാളുകൾക്ക് വാദിക്കുവാൻ കഴിയും. അഞ്ചാമത്തേത്, ഹിയറിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. ജനുവരി അവസാനം വരെ ഹിയറിംഗിന് ഉള്ള സമയമാണ്. ഈ സമയം ആളുകളുടെ വാദം കേൾക്കുകയും ഫൈനൽ ലിസ്റ്റ് ഫെബ്രുവരി 7-ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. SIRുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ആശങ്ക പൗരത്വമാണ്. നിലവിലെ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺ ചർച്ചാ വിഷയം ആകുമ്പോൾ പുതിയ വോട്ടിംഗ് ലിസ്റ്റിലെ രേഖകൾ പൗരത്വ ലിസ്റ്റിലേക്ക് കൂടിയാണോ എന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട്. പ്രായപൂർത്തി ആയവരുടെ മാത്രമല്ല
കുട്ടികളുടെ ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കൊണ്ട് പൗരത്വം സാധൂകരിക്കാനുള്ള ഒരു ഡാറ്റ ആയി ഇത് മാറുമോ എന്ന സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പലരുടെ അടുത്തും എന്യൂമറേഷൻ ഫോം കൊണ്ടുവന്ന് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനാണ് ഈ SIR എന്ന് പറയുമ്പോൾ എനിക്ക് ആരെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവിക്കാൻ കഴിയൂ, അതുകൊണ്ട് എന്തിന് ഈ ലിസ്റ്റിൽ പേര് ചേർക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ വോട്ടവകാശം പരോക്ഷമായി നിങ്ങൾക്ക് നൽകുന്ന ഒരു സാധ്യതയുണ്ട്. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യത്തിലാകാതിരിക്കുവാൻ സാമൂഹികമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിലൊന്നാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതനുസരിച്ച് ശരിയായ രേഖകൾ ഉള്ളവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കില്ല. 2002 ബേസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിലവിലെ 68% വരുന്ന വോട്ടർമാർക്കും 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമായി ബന്ധം തെളിയിക്കുന്ന നിലവിലെ വോട്ടർമാർക്കും പുതിയ ലിസ്റ്റിൽ സാധ്യത ഉണ്ടാകും.